നാണിയുടെ മൃതദേഹവുമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരെ അടുത്തുള്ള തെങ്ങിന് മുകളിൽ കള്ള് ചെത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടൻ കാണാനിടയാകുകയും കാര്യം തിരക്കുകയും ചെയ്തു. കാര്യം അറിഞ്ഞപ്പോൾ നാണിയുടെ ശരീരം അടുത്തുള്ള കുളത്തിലേക്കിടാനും കുമിള വന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കാനും പറഞ്ഞു. അങ്ങനെ കണ്ടന്റെ നിർദ്ദേശപ്രകാരം ആങ്ങളമാർ നാണിയുടെ മൃതദേഹം കുളത്തിലേക്കിട്ടു. ഈ സമയം തെങ്ങിൻ്റെ മുകളിലിരുന്ന് കൊലക്കരുത്ത് മന്ത്രം പ്രയോഗിച്ചു കണ്ടൻ. കുമിളകൾ പൊന്തി വന്നപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് കൽപ്പടവിലേക്ക് അവളെ എടുത്തു കിടത്തി. താഴേക്കിറങ്ങിയ കണ്ടൻ അടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും പച്ചിലകൾ നുള്ളിയെടുത്തു. 100 മന്ത്രിച്ചോതി 101 കുടം നീര് ജപിച്ചൊഴുകിയ ശേഷം ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ നാണി എഴുന്നേറ്റിരുന്നു. കണ്ടൻ നാണിയോട് പറഞ്ഞു, 4-ാം നാൾ നീ പ്രസവിക്കും, ആൺകുഞ്ഞായിരിക്കും. അവൻ്റെ വലം തുടയിൽ ഒരു നീല മറുകുണ്ടായിരിക്കും. അതും പറഞ്ഞ് തളപ്പും കത്തിയുമായി അടുത്തുള്ള തെങ്ങിലേറി കണ്ടൻ. കാര്യം കാട്ടുതീ പോലെ പടർന്നു. ഏട്ടുകാരൻ്റെ മകൻ പേരുകേട്ട വിഷവൈദ്യനായിരിക്കുന്നു. ചാത്തോത്ത് കുടുംബം സമ്മാനങ്ങളുമായി പലതും നൽകിയെങ്കിലും സ്വീകരിക്കാതെ കണ്ടൻ മടക്കി. എന്നാൽ കണ്ടന് വേണ്ടി ഒരു വീട് നിർമ്മിച്ച് അവിടേക്ക് താമസം മാറാൻ വേണ്ടി നിർബന്ധിച്ചു.